അങ്ങനെ ഞാനും അഗീത്തും കൂടെ നമ്മള് സാധനങ്ങളുടെ ഷിഫ്റ്റിംഗ് ആണ് സംഭവം. അഗീത്തിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ നമ്മൾ പുതിയൊരു ഫ്ലാറ്റ് എടുത്തു ഗൈസ്. അപ്പൊ നമ്മളിനി അവിടെ ആയിരിക്കും. അപ്പൊ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അഗീത്തെ എന്താണ് പറയാനുള്ളത്? ഒന്നുമില്ല, വീട്ടുകാർ പുറത്താക്കിയത് കാരണം പോകേണ്ട അവസ്ഥയാണ്. അതാണ് ഗൈസ്, നമ്മളിപ്പോ ഇനി പോയിട്ട് കാണാം. എത്രയോ സാധനങ്ങളുണ്ട്. ഇപ്പോ എത്താറായി. നമ്മളിപ്പോ സാഹചര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോ കോളേജിൽ പോണത് ഭയങ്കര ടാസ്ക് കാര്യമാണ്. പിന്നെ കോളേജിൽ എക്സാം അടുത്ത് വരുന്നു അല്ലേ അഗീത്ത്? നമ്മ ഗൈസുകൾ ആ ബാക്ക്ഗ്രൗണ്ട് കാണുന്നോ, എന്ത് ഭംഗിയാണല്ലേ. നമ്മൾ ജീവിതം ആസ്വദിക്കണം. ആസ്വദിച്ചേന് നമ്മള് സംഭവ സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇനി സാധനങ്ങളെല്ലാം ഇറക്കട്ടെ അല്ലേ അഗീത്ത്? ഇവിടെ തന്നെ ആ എന്താ ഇവിടെയാണ് എടുത്തേക്കുന്ന സ്ഥലം അല്ലേ അഗീത്ത്? സാധനമൊക്കെ ഇറക്കി ഇപ്പൊ നമ്മള് രണ്ടുപേരും കൂടെ ചായ കുടിക്കാൻ പോണു ഗൈസ്. അഗീത്തിന്റെ സെക്കൻഡ് ഹോം എന്ന് പറയുന്ന ഏത് കട? അതെ, നമ്മള് അവിടെ നിന്ന് ചായ കുടിക്കാൻ പോകുന്നു ഗൈസ്. ഇപ്പൊ നമ്മളെ നല്ല ഇരുട്ടി. നമ്മള് പണ്ട് ഗൈസ് വൈവായിരുന്നു. നമ്മളിപ്പോ +2 പഠിക്കുന്ന ടൈമിലായിരുന്നാലും അല്ലേ ചായ കൂടി പോക്ക്. ഇന്ന് സത്യത്തിൽ ഗൈസ് നമ്മൾ ഒറ്റ കാര്യമാണ് ഈ നിമിഷത്തിൽ നമ്മൾ മിസ് ചെയ്യുന്ന അഗീത്തിന്റെ വണ്ടി. അഗീത്തിന്റെ നമ്മളെ സ്കൂട്ടി. അഗീത്തിന്റെ ഏഞ്ചലായിരുന്നു വണ്ടി. അപ്പൊ അഗീത്ത് ഒരുപാട് വിഷമം. അഗീത്തിന്റെ വണ്ടി കുറച്ച് വർക്ക്ഷോപ്പിലാണ്. അപ്പൊ ഗൈസ് എല്ലാരെയും പ്രാർത്ഥന അനുഗ്രഹം എല്ലാം വേണം. നമ്മൾ ആ വണ്ടി പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയല്ലേ. വണ്ടിയൊക്കെ പണിത്, പക്ഷെ പൈസ ഇല്ല. പൈസ ഇല്ല ഗൈസ്. പൈസ കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും.